ഇന്ന് നമ്മൾ കടയിലിട്ട് പോയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടൊരു ഫ്രൂട്ട്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മേടിച്ച് നോക്കി കഴിക്കാം, വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവന്നു മുറിച്ച് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് എന്താ പറയുക, മത്തങ്ങ പോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുപോലെ, ആരും കഴിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് വെച്ചിട്ട് കളയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നമ്മൾ കൊണ്ട് ഒരു ഷേക്ക് അടിക്കാൻ പോകുക. ഇതുണ്ടല്ലോ, ഇതിന്റെ പേരെന്ന് പറയുന്നത് മസ്ക് മെലൺ എന്നാണ്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ പിക്ചർ എടുത്ത് ഗൂഗിളിൽ നോക്കിയപ്പോൾ അത് മസ്ക് മെലൺ ആണ്. ഇതിന് മലയാളം നെയിം എനിക്ക് അറിയില്ല, അറിയുന്നതെന്ന് കമന്റ് ഇട്ടോളാം. പിന്നെ ഇത് ഞാൻ നല്ല ടേസ്റ്റ് ഒക്കെയാണ് എന്നൊക്കെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിന് അങ്ങനെ മധുരം കുറവാണ്. എന്നിട്ട് മുറിച്ച് നോക്കി കഴിച്ചപ്പോൾ ഒട്ടും മധുരമില്ല. അപ്പം നമ്മൾ ഇത് കൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷേക്ക് അടിച്ച് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീമും പിന്നെ നട്ട്സും പാലും ബൂസ്റ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുലുക്കി ഒന്ന് കുത്തി അടിച്ച് ഒന്ന് നമുക്ക് ഷേക്കാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് കൂടുതലും ഈ പുറന്തോടുള്ള ഇതില്ലേ, നമ്മൾ കൂടുതലും യൂട്യൂബ് വീഡിയോസിൽ, ഞാൻ യൂട്യൂബ് വീഡിയോസാണ് കണ്ടിട്ടുള്ളത്, റീൽസിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ആദ്യമായിട്ട് മേടിച്ചപ്പോൾ ഇങ്ങനെ തിന്നാനുള്ള എക്സൈറ്റ്മെന്റില് ഇതൊക്കെ അവരെങ്ങനെയാണ് പച്ചക്ക് ഇങ്ങനെ കഴിക്കണത്, അങ്ങനെ ടേസ്റ്റ് മത്തങ്ങ കണക്ക് കിട്ടാ, കുമ്പളങ്ങ ഇല്ലേ അതിന്റെ ടേസ്റ്റ്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ തോടുണ്ടല്ലോ, പുറം തോട് നമുക്കത് എടുക്കാം. കണ്ടോ, ഇത് ഇവിടേക്ക് പച്ച കളറാണ്. അപ്പം അതൊക്കെ പച്ച കളറൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് മുറിച്ച് കഴിഞ്ഞ് ഇച്ചിരി നല്ല ഹാർഡായിട്ടുള്ള തൊലിയാട്ടോ. നമ്മളെ ഈ ഏകദേശം ഒരു നമ്മുടെ മത്തങ്ങയുടെ ആ ഒരു ടൈപ്പ് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ ആക്കി എടുക്കുക. നമ്മൾ ഇത് അത്രയും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ ഗൈസ്, ഇതിന്റെ ഉൾഭാഗത്ത് കുരു കണ്ടോ, മത്തങ്ങയുടെ ആ ഒരു കുരു പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. പീസാക്കി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പീസ് നമ്മൾ ടേസ്റ്റ് നോക്കി, അത് വലിയ സുഖമില്ലാത്തത് കൊണ്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശൊക്കെ പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു ഷേക്കാക്കി കുടിച്ച് നോക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഗൈസ്, നമ്മൾ ഐസ്ക്രീം വാനിലയാണോ എന്താണെന്ന് അറിയില്ല, വാനിലയാണ്. വാനില 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് തൊലി ഇല്ലാത്ത കപ്പലണ്ടി പാക്കിലുള്ളത് 2 എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു നല്ല തണുപ്പിച്ച പാല്, ഇത് കട്ട പിടിപ്പിച്ചിട്ടുള്ള നല്ല തണുത്ത പാല്. പിന്നെ ഒരു 4 പാക്കറ്റ് ബൂസ്റ്റ്. ഇത്രയൊന്നും വരില്ല, നമുക്കൊരു 2 മതിയാവും. ബാക്കി നമുക്ക് അത് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടാം. പിന്നെ ഈ പാലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് കട്ടയാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഇപ്പോഴായിട്ട് മേടിച്ചുകൊണ്ട് വന്നത് ഇത് എന്താ പറയുക, പാൽ അങ്ങനെ കട്ടയായിട്ടില്ല, ശരിക്കും നോർമലായിട്ടുള്ള തണുപ്പിച്ച പാലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഷേക്ക് അടിച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടയൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ജാറിലേക്ക് ഈ പീസാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. മസ്ക് മെലൺ, ഇതാണ് മസ്ക് മെലൺ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേര്, ഒരു വെറൈറ്റി ഒരു പേരായിട്ടുണ്ട്. മലയാളത്തിലുള്ള നെയിം ആർക്കെങ്കിലും ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് പകുതി ഇട്ടു കേട്ടോ. ഇനി പകുതി ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു പാക്കറ്റിൻ്റെ പകുതി വേണമെങ്കിൽ അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കുക. പാലിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടു. ഇത്രയും ഒഴിച്ചു. ഇനി നമുക്ക് എന്താ പറയുക, മധുരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ചങ്ങോട്ട് വിതറി അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ നല്ലോണം പൊട്ടിച്ചിട്ടുണ്ട്.